രാമായണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ച് കൽക്കി നമുക്ക് തന്ന എഫക്റ്റിൽ നിന്നും മേലെ കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ചലഞ്ചിങ് ആണ് അത് കുറച്ച് ചലഞ്ചിങ് ആണ്. ഇതില് എന്തോ പറയാൻ പറഞ്ഞു, ബാക്കി നടക്കട്ടെ. ഓ ഇതാണ് കക്ഷിയില്ലേ. ഇപ്പൊ കോല ആകെ മാറിപ്പോയില്ലേ. ഇപ്പൊ എന്താ ജടിയൊന്നും ഇല്ലാത്തതെന്ന്. അതായത് ഈ രാവണനൊരു അനിയുണ്ട്, ലക്ഷ്മണൻ. സീത പിന്നെ രാമന്റെ ചേച്ചി ആയിരിക്കും. മാറിപ്പോയി, ഞാൻ രാമൻ എന്നാണ് കേട്ടത്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് രാമായണത്തിന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. അതെ, ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ. സോ ലെറ്റ്സ് വാച്ച് ദ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിന് ഉദ്ദേശിച്ചായിരിക്കില്ലേ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആണോ? ഇത് ടൈറ്റിൽ എങ്ങനത്തെ ഒരു പ്രൊജക്ട് ഉണ്ട് എന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷനാ. അല്ല, ഇത് ഒന്നാം ഭാഗം. ഇൻട്രൊഡക്ഷൻ ഒന്നാം ഭാഗമായിരിക്കടാ ഇൻട്രൊഡക്ഷൻ. ചിലപ്പോ സീതേനെ അടുത്ത എന്തിനായിരിക്കും തട്ടിക്കൊണ്ടുപോകുന്നത്. ദ ബിഗിനിങ് എല്ലാം പറയില്ലേ, ബാഹുബലി ദ ബിഗിനിങ്. കൽക്കി പോലെ. അല്ല നിക്കണ, രാമായണ ഇൻട്രൊഡക്ഷൻ നല്ല സിനിമന്റെ പേര്. അവരത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇറക്കിയത്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിനും ഉറപ്പിക്കുക. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇത് ഫുള്ള് കണ്ടിട്ടായിട്ട് നീ ഇന്നത്തെ നമ്മുടെ ഡീകോഡിങ്, ഈ ടൈറ്റിൽ ഡീകോഡിങ് ആയല്ലോ ഈശ്വര. ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താ പോലെ മോനെ, ഇത് ഹാൻഡ് സിമ്മർ ആണ് ചെയ്തതെന്ന് അറിയാനുണ്ട്. മ്യൂസിക്കിൽ അങ്ങോട്ട് എലവേറ്റ് ചെയ്തോണ്ട്. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് മൂപ്പര കമ്പനിയാ, യഷിന്റെ കമ്പനിയാ, മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇവരും സാലറി അല്ല, പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, വിജയ ശതമാനമായിരിക്കും. ഇത് എത്ര കോടിയുടെ പ്രൊജക്റ്റാ വിഘ്നേഷേ? അല്ല, ഫസ്റ്റ് 100 മില്യൺ ഫിലിം എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ. എക്സാക്ട്ലി അതിലെല്ലാ സാധ്യതയും ഉണ്ട് അതിനകത്ത്. കാരണം രണ്ട് എപ്പിക് സ്റ്റാർസ് ആണല്ലോ. ഇപ്പഴത്തെ രണ്ടുപേരും ഓപ്പോസിറ്റ് യഷും. യഷ് അത് വില്ലൻ രാവണൻ എന്നുള്ളതിലേക്ക് വരുമ്പോഴേ ആ വില്ലൻ എന്നുള്ള സംഭവത്തിലേക്ക് വരുമ്പോ മാത്രമല്ല ആളുടെ 835 crore. മാർക്കറ്റിംഗും എല്ലാം കൂടി ചേരുമ്പോ റൗണ്ട് ആയിക്കോളും, 1000 ആയിക്കോളും. എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് കുറച്ച് കംപ്ലീറ്റ് ആയിട്ടോ. കാരണം യഷ് ഭൂരിഭാഗം സമയം മുംബൈയിലാണ്. നമ്മൾ ഈ വീഡിയോസും ഇതിലൊക്കെ കാണുമ്പോ അന്ന് തന്നെ ഇത് രൺബീർ കപൂറും സായിബ് അലിന്റെ സെറ്റ് ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ട്. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഡീനെഗ് എന്ന് പറഞ്ഞ VFX കമ്പനിയാണ് ഇത് ചെയ്തത്. അതെങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യാന്ന് DNEG. അവര് ചെയ്തത് ഡ്യൂൺ പാർട്ട് 2, ഗോഡ്സില്ല വെസസ് കോങ്, പിന്നെയും ഇന്റർസ്റ്റെല്ലാർ അവരാ ചെയ്തെന്ന് തോന്നുന്നു. ഇന്റർസ്റ്റെല്ലാർ നല്ല ഇമ്പാക്ട് അതിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്ട് കിട്ടുന്നുണ്ടല്ലോ. അതെ, രൺബീറിന്റെ പോർഷൻസ് അത്ര ക്യാച്ച് ആയിട്ട് തോന്നിയില്ല. യഷിന്റെ അതെ, എനിക്ക് എപ്പോഴും ഈ പുരാണ കഥകൾ കാണുമ്പോൾ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോർഡ് ഓഫ് ദ റിങ്സ്, ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു കളർ പെല്ലറ്റ് വെച്ച് ചെയ്താൽ നന്നാവും എന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഇപ്പൊ യഷിന്റെ സീക്വൻസ് നോക്ക്, നമുക്ക് ആ മിസ്റ്റിക്കൽ ഏജിലേക്ക് നമ്മൾ തന്നെ പോകും. ഇതും കണ്ടിട്ട് അങ്ങനെ തന്നെ കളഗ്രേഡ് ചെയ്യാനാ സാധ്യത. കാരണം ഒരു മൂഡി വൈബ് ഉണ്ട്. മറ്റേ ഫുള്ള് ഭയങ്കര ഷൈൻ ബ്രൈറ്റ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ആ വൈബ്. ഇപ്പം അതെ, ആദിപുരുഷനൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റേ ഈ ഗെയിം ഓഫ് ത്രോൺസ്, ലോർഡ് ഓഫ് ദ റിങ്സ്, വൈക്കിങ്സ് ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് ഏതോ കാലഘട്ടത്തിലേക്ക് പോയി പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഈ ഏത് അതെ, ഈ യഷിന്റെ ഫുട്ടേജ് ആണപ്പോ എനിക്ക് അങ്ങനെയാണ് ഭയങ്കരമായിട്ട്. അതാ ഇതിന് എന്താ പറയുക, പ്രൊമോ പോസ്റ്റർ എന്ന രീതിയിൽ ഇപ്പൊ ഇതിനകത്ത് രണ്ട് ഓപ്പോസിറ്റ് ജനങ്ങളെ മാത്രമേ കാണിച്ചുള്ളൂ. ഐ മീൻ രാമൻ ആൻഡ് രാവണ. അത് ആരൊക്കെയാന്നുള്ളത് തന്നെ അത്യാവശ്യം ക്യാച്ച് ചെയ്യേണ്ട ഓഡിയൻസിലേക്ക് ഇതിന്റെ ഒരു ബേസ്. ഹനുമാന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സണ്ണി ഡിയോൾ.
ഓ ഐ സി. അപ്പൊ അതിലെ ഇതില് എന്തോ പറയാൻ പറഞ്ഞു, ബാക്കി നടക്കട്ടെ. സംഗീതത്തിന് മറ്റേതിനകത്തുള്ള ആ ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ ഉണ്ട്. അത് ബോബി ഡിയോൾ അല്ല ചെയ്തത്, സണ്ണി ഡിയോൾ വേറെ, മൂപ്പരേട്ടൻ. സണ്ണി ഡിയോളാണോ അതിൽ വരുന്നത്? ഇതില് സണ്ണി ഡിയോളാണ് ഹനുമാൻ. അപ്പൊ അനിയൻ അല്ലേ ഏട്ടൻ. സണ്ണി ഡിയോളാണ് ഏട്ടൻ, മൂത്താള്. അതെ, രവി ഡുബൈ ആരാണ്? ഇത് നമ്മള് എല്ലാ സിനിമയിലും കാണുന്ന ഒരാളാണ്. ഇതിന്റെ ഡയറക്ടർ മറ്റേ ദങ്കലിന്റെ എങ്ങനെയാണോ? ഞാൻ ആ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ഇത് നമ്മൾ അങ്ങനെ കാണാത്ത. ദുബായിലടാ. ഞാന് രൺവീർ ഷോ ദുബായിലല്ല. ഞാൻ രൺവീർ ഷോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ല, നമ്മൾ ഇടക്കിടക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളാണ്, അദ്ദേഹം വിചാരിച്ചത്. ഇതന്നെയാടാ രവി ദൂബെ. എടാ സണ്ണി ഡിയോള് മറ്റേ നമ്മളെ പഴയ മെയിൻ ആളല്ലേ എന്തായാലും. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. സണ്ണി ഡിയോളാണ് ഏട്ടൻ, അത് ശരിയാണ്, കക്ഷിയല്ലേ. ഈ സണ്ണി ഡിയോള് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഒന്നും ഈ നമ്മളെ ഫാദേഴ്സ് അച്ഛന്മാരൊക്കെ ഐ മീൻ ഓൾഡ് ജനറേഷനവരൊക്കെ പറയണം. എന്താ വെച്ചാല് 87 രാമായണ സീരീസ് ഒന്നുണ്ടായില്ലേ, അതില് ഹനുമാനായിട്ടുണ്ടായ ദാരാ സിംഗ് പറഞ്ഞിട്ട് പണ്ടത്തെ രസമുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ആ ടൈമില്. എല്ലാരും ക്യാരക്ടർ പുള്ളി മലയാളം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മുത്താരംകുന്ന് പിയോ ഭയങ്കര സംഭവമാണ്. ആ സമയത്ത് ആള് ഭയങ്കര എന്താ പറയാ, അതിലേക്ക് കൊണ്ടുവന്ന കഥകളൊക്കെ കേൾക്കണം, നല്ല രസമാണ് ഇവര് പറയുന്നത്. മുകേഷ് പ്രത്യേകിച്ച് ആളെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നല്ല രസമാണല്ലോ. ഈ സീരിയൽ നല്ല ഫേമസ് ആണ്. നല്ല ഫേമസ്. ശിവനൊക്കെ റോൾ ഉണ്ടെങ്കിൽ മറ്റേ ആ സ്ഥിരം ശിവ റോൾ ചെയ്യുന്നവരെ വിളിക്കോ? അത് അയാള് മൂപ്പര് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ശിവനെ. നമുക്കൊക്കെ ശിവന്റെ മനസ്സിലുള്ള ഒരു രൂപല്ലേ, അതാണ് മൂപ്പർക്ക് കറക്റ്റ്. അത് ആക്ടർ പേരെന്താണത്? അത് മൂപ്പര് ഇതിലുണ്ടായിരുന്നു, കമാൻഡോ സിനിമക്കകത്ത് വിദ്യുത് ജമാലിന്റെ ഒപ്പന ഉണ്ടായിരുന്നു. ചുമ്മാ വെറുതെ ഗോഡ് ശിവാന്ന് അടിച്ചു നോക്കുക, എന്താ വരുന്ന നോക്കാലോ. മൂപ്പര് ഫോട്ടോ സീരിയൽ ക്യാരക്ടർ. നീ ശിവ പേരുള്ള സീരിയൽ വിഷയത്തിൽ തെന്നി മറന്നു. ഇതാണ് ആള്. ജിം ബോഡി അല്ലേ, അടിപൊളി. നല്ല ബൈസെപ്സ് ട്രൈസെപ്സ് ചെസ്റ്റ്, നല്ല ബൈസെപ്സ് ട്രൈസെപ്സ് ചെസ്റ്റ്. ശിവനാവാൻ എടാ ഞാൻ പറയട്ടെ, പണ്ട് ശിവനാര് കാണാൻ ഒറിജിനൽ പാമ്പിനെ വെച്ചിട്ട് ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, സീരിയൽ ഉണ്ടായിരുന്നു ഒറിജിനൽ പാമ്പന്. സ്വന്തം ശിവന്റെ കഥാപാത്രം ചെയ്യുന്ന ആൾക്കാർ വല്ല പ്ലാസ്റ്റിക്കിന്റെ പാമ്പോ അല്ലെങ്കിൽ അങ്ങനെ സ്വർണത്തിന്റെ പാമ്പൊക്കെ വെക്കാറ്. ഇതിൽ കറക്റ്റ് ഒറിജിനൽ പാമ്പായിരുന്നു. മഹാദേവ് നടിച്ചോ അതിന്റെ പേര്? ദേവോക്ക ദേവ് മഹാദേവ്. ഞാൻ ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു, കണ്ടെത്തി സമാധാനം. ഇപ്പൊ കോലം ആകെ മാറിപ്പോയില്ലേ. ജീവനെ പോലെ തന്നെ ഇപ്പൊ എന്താ ജടിയൊന്നും ഇല്ലാത്തതെന്ന്. രാമായണത്തില് ശിവനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സീക്വൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ മൂപ്പര് അഭിനയിച്ചിരുന്നു. അല്ലടാ, രാമായണത്തിന് മൂപ്പരില്ലല്ലോ. പിന്നെ ആ വില്ല് ഒരു ബന്ധമുണ്ട് വില്ലുമായിട്ട്. ഇല്ല, അത് മഹാവിഷ്ണു തോന്നുന്നു എനിക്ക്. വില്ല് ഒടിച്ചു, ഞാൻ മറന്നുപോയി എന്തൊക്കെയുണ്ട്. കൊടുത്തതല്ല. ഒരു മിനിറ്റ്, ഇതെന്തായാലും ട്രിം ചെയ്യണം. എത്ര വിവരമില്ലാത്തവരെ അതിനായിട്ട് ഇതാക്കുന്നത്. രസമല്ല, വില്ല് ശിവൻ കൊടുത്താൽ പൊരുത്ത അല്ലല്ല വിഷ്ണു കൊടുത്താണ്, എനിക്ക് ഉറപ്പാണ്. നമുക്കറിയാം. രാവണൻ ശിവഭക്തനാണെന്ന് അറിയാം, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. രാവണൻ ഒരു പ്രാവശ്യം കൈലാസം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ വല്ല ഫ്ലാഷ് കട്ടും മോണ്ടേജസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ ശിവൻ വരാൻ അതൊന്നും വേണ്ട. രാവണന് വരം കൊടുക്കുന്നുണ്ട് ശിവൻ, അങ്ങനെ വരാലോ. അത് കറക്റ്റാ, അല്ല എന്ത് പറയുന്നത്, നല്ല തല്ലുണ്ടാക്കാണ്. എന്തോ മൂപ്പര് എന്തോ ഒരു ഇമ്മോർട്ടൽ എന്തോ ആണ്. അതായത് ഈ രാവണനൊരു അനിയുണ്ട്, ലക്ഷ്മണൻ. സീത പിന്നെ രാമന്റെ ചേച്ചിയായിരിക്കും. മാറിപ്പോയി, ഞാൻ രാമൻ എന്നാണ് കേട്ടതേ. രാവണന്റെ അനിയനാണ് കുംഭകർണനും വിഭീഷണനും രണ്ടുപേരും.
അങ്ങനെ രണ്ടുപേരും. ആ, ഉണ്ട്. ഗഡോൽക്കരൻ കുംഭകർണന്റെ മകനാണ്. പിന്നെ രാവണന്റെ ഒരു മകനുണ്ട്, മേഘനാഥൻ. ആ അതല്ല, ഗഡോൽക്കരന്റെ വേറൊരു പേരാണ് മേഘനാഥൻ. രാവണന്റെ മകന്റെ പേര് അതല്ല, വേറെ ഇന്ദ്രജിത്ത്. അല്ല, വേറൊരു സംഭവം വരുന്നുണ്ട് ഈ ഇതില്, ബന്ധം വരുന്നുണ്ട്. ശിവൻ ശരിക്കും ഈ കഥയിൽ വേണമെങ്കിൽ ഇൻവോൾവ് ആകാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് രാവണന്റെ ചന്ദ്രഹാസം കൊടുക്കുന്നത് ശിവനാണ്. എന്തോ രാവണൻ എന്താ തപസ്സെന്തോ ചെയ്തിട്ടുണ്ട്, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരം പക്ഷെ കൊടുത്തിട്ടുണ്ട്. മുമ്പ് പ്രത്യക്ഷപ്പെടുന്നോ ചെയ്യണം, അങ്ങനെ എന്തോ ആണ്, ഞാൻ മറന്നുപോയി. അതെ, എന്നിട്ട് വിഘ്നേഷ് പറഞ്ഞ പോലെ ഒരു മിനിറ്റ് ഈ ഗാത്തോൽക്കച്ച രാമായണത്തിൽ എങ്ങനെയാന്ന് അതാണ് പറഞ്ഞത്. എന്ത് അത് മഹാഭാരതല്ലേ? ഇത് ഗഡോൽക്കച്ചൻ വേറെ. ഗഡോൽക്കച്ചനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. എത്ര ഡിസ്കഷൻ ആയി കുറച്ചു നേരം. മേഘനാഥൻ. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? ഈ ആയിട്ട് ഇപ്പൊ കടലക്കെട്ടെന്ന് പറഞ്ഞത് അത് പ്രൂഫ് ഉണ്ടാ? കടലക്കഞ്ഞി ഞാൻ പറഞ്ഞിരിക്കും കേട്ടോ. ഞാൻ കുംഭകർണന്റെ മകനാണെന്ന് പറഞ്ഞത്. ഇന്ദ്രജിത്ത്. പൃഥ്വിരാജടാ. എടാ, അടുത്ത പുരാണ കഥകൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു അരമണിക്കൂർ പഠിച്ചിട്ട് വരാട്ടോ. ഇത് സീനാണ്. ഞാൻ രാവണന്റെ മകനാകാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ രാവണന് ഒരു മോനുള്ളൂ. രാവണ എനിക്ക് ഇവൻ പറയുമ്പോ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ആ രാമായണത്തെ എല്ലാവർക്കും ഒന്ന് ഓർമ്മപ്പെടുത്താനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സ്പേസ് ആവട്ടെ. ഇപ്പം മോഹിത് റെയ്നയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തത്. പിന്നെ രാവണന് ചന്ദ്രഹാസം കൊടുത്ത സീനും ഇതെല്ലാം വരികയാണെങ്കിൽ മൂപ്പര്, മോഹിത് റെയ്നയുടെ കഥാപാത്രം ശിവനായിട്ട് ഇതിൽ ഉണ്ടാവണം. ഈ നമ്മളെ ശരിക്കുള്ള ടെക്സ്റ്റിലൊക്കെ ശിവൻ ഈ രൂപമല്ല, ഇത് നമ്മൾ മനുഷ്യര് മനസ്സിൽ വിചാരിച്ച ഇമാജിനേഷൻ ആണ്. പക്ഷെ അതിന് ഏറ്റവും മാച്ച് ആയിട്ടുള്ള രൂപമാണ് മോഹിത് റെയ്നയുടെ. പറയുവാമ ചിലപ്പോ ഇതിൽ ഈ ത്രിമൂർത്തികൾക്ക് ചിലപ്പോ ഒരാളെ വെച്ചില്ലാന്ന് വരും, ഒരു അനിമേറ്റഡ് ആയിട്ട് കാണിക്കുക. അപ്പൊ അവര് റിവീൽ ചെയ്ത് കണ്ടില്ലേ 3 കഥാപാത്രത്തിനെ, ഒരു ബ്രഹ്മ എന്നുള്ള രീതിയിൽ ചിലപ്പോ അങ്ങനെയും കാണിക്കാം. ബ്രഹ്മ, വിഷ്ണു, ശിവ ഇതുപോലെ കാണിക്കാറ്. വരങ്ങൾ ഇങ്ങനെയും കൊടുക്കാലോ, ആകാശത്ത് വരെ കാണിച്ചാ പോരെ, എന്ത് സംഭവിക്കാം. പക്ഷെ ഇത് ഇവര് നല്ല ബഡ്ജറ്റ് ഇറക്കി ഒരു ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ പോലെ ഈ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോലെ ചിത്രീകരിക്കണം. കാരണം ഈ ഒരു സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. വിഘ്നേശ, നമ്മൾ GOT തുടങ്ങുന്ന സമയത്ത് കാണിക്കുന്ന കുറച്ച് സീക്വൻസ് ഇല്ലേ, അതിന്റെ അതേ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് ഈ ഇങ്ങനെ കോപ്പി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഇത് കാണുമ്പോഴും വൈബ് കിട്ടുന്നുണ്ട്. ഈ ഈച്ച കോപ്പി അടിക്കുമ്പോഴാണ് പ്രശ്നം. ഈ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കഥ മനസ്സിലാവാനുള്ള ഒരു വഴിയായിട്ട് സിനിമ മാറിയാൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു ജനറേഷനോടൊപ്പം നമ്മുടെ മുമ്പുള്ള ജനറേഷൻ ആ മഹാഭാരതം സീരിയൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട് പലരും കുളിച്ചിട്ട് വിളക്കൊക്കെ ആയിട്ടാണ് ആ സീരിയൽ ഇരുന്ന് ദൂരദർശനിൽ വരുമ്പോൾ കാണുകയാണെന്നുള്ളത്. അത്ര ബഹുമാനത്തോടു കൂടി ഒരു അമ്പലം പോലെയായിരുന്നു ആ ഒരു സീരിയലിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ ഡാറ്റ ഇത്രയും നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്ര കഥകളും ചരിത്രങ്ങളും ചരിതങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ആദിപുരുഷ് പോലെ കോമഡിയൊക്കെയാണ് ചിലപ്പോൾ. മറ്റേ അതിലല്ലേ രാവണന് വെർട്ടിക്കൽ റെസൊല്യൂഷന് പകരം അല്ല ഹൊറിസോണ്ടൽ റെസൊല്യൂഷന് പകരം വെർട്ടിക്കൽ റെസൊല്യൂഷനിൽ തല വന്നത്. എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ നമ്മളെ ഈ കൽക്കി പോലെ എക്സ്പെരിമെന്റൽ ആയിട്ട് ഇറക്കാം. പക്ഷെ ഇത്രയൊക്കെ മാച്ചിങ് വെച്ചോണ്ട് എനിക്ക് എക്സ്പെരിമെന്റൽ ആണെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, കൽക്കി ഫ്യൂച്ചറാ, ഇത് നടന്നു കഴിഞ്ഞ സംഭവം ആയതുകൊണ്ട് അവർക്ക് അധികം മാറ്റാൻ പറ്റില്ല. എന്റെ ഒരു ഒപ്പീനിയനില് അതിൽ ഏറ്റവും സ്കോർ ചെയ്യാൻ മിക്കവാറും യശായിരിക്കും. ഈ രാവണൻ നെഗറ്റീവ് ക്യാരക്ടർ ആണ്. അങ്ങനെ നെഗറ്റീവ് എന്ന് വെച്ചാൽ പല പേഴ്സ്പെക്റ്റീവിൽ മൂപ്പർ പോസിറ്റീവ് എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ അതില് യഷിന്റെ മാനറിസംസും സാധനം കൂടി വെച്ചിട്ട് ആ ക്യാരക്ടറിനെ എന്തായാലും ഭയങ്കര ഒരു ഹൈക്കിൽ എത്തിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണെങ്കിലും നല്ലപോലെ തോന്നുന്നുണ്ട്. യശ് കൊണ്ട് ഈ ടീസറിൽ തന്നെ നോക്കും, ഒറ്റ നോട്ടം കൊണ്ടാണ് മൂപ്പര് കയ്യിലെടുത്തത്. ഈവൻ അത് രക്ഷിലായിരിക്കും കൂടുതൽ ആളുകളെ കണ്ണു പതിയാൻ പോണത് എന്താണെങ്കിലും. അതെ, സ്കോർ ചെയ്യുമ്പോൾ കട്ടക്ക് നിൽക്കുന്ന ഒരു അഭിനയം തന്നെ ആയിരിക്കും. പിന്നെ രാമനാകാൻ ബോളിവുഡിൽ 2 ഓപ്ഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു പബ്ലിക് ഒപ്പീനിയനിൽ ഹൃത്തിക് റോഷനും രൺബീർ കപൂറും ആണല്ലോ. പക്ഷെ ഒരാൾക്കും കൂടി ആക്ച്വലി ഡിസർവിങ് ആണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്രത്തോളം ലാർജർ ദാൻ ലൈഫ് ആയിട്ട് വിജയിക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ പണി. ആ വ്യക്തി എന്ന് പറയുന്നത് വിദ്യുത് ജമ്മാലാണ്. വിദ്യുത് ജമ്മാലിൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ടും മെയ്വഴക്കം കൊണ്ടും ശാരീരിക ഭംഗി കൊണ്ടും പിന്നെ പെർഫോമൻസ് കൊണ്ടും എന്തുകൊണ്ട് ആപ്റ്റാണ്. പക്ഷെ പുള്ളിക്ക് അവസരങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു റോൾ ചെയ്തെങ്കിലല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ല ഇതിലിപ്പോ ട്രൂ സ്റ്റോറി ആയിട്ട് പറഞ്ഞ സമയത്ത് ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ കഥാപാത്രങ്ങളെ ആ രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ടാവും. നമുക്ക് ശരിക്കും ആക്ച്വൽ പുസ്തകം എടുത്ത് നോക്കിയാലേ രാമൻ എന്നുള്ള വ്യക്തി എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വർണ്ണന എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുപോലെ ആണെങ്കിൽ ഇപ്പൊ അത്രത്തോളം മസ്കുലിൻ അല്ലാത്തൊരു കഥാപാത്രമായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നതെങ്കിൽ അങ്ങനെയായിരിക്കാം. അത് അപ്പം വെച്ചായിരിക്കാം. വേറൊന്നുണ്ട്, അദ്ദേഹം പ്രിൻസ് ആണല്ലോ, അടുത്ത രാജാവാകാൻ പോകുന്ന ആളാണല്ലോ. അപ്പം ഒരു അന്നത്തെ കാലത്ത് ഒരു രാജാവാകാൻ പോകുന്ന ആള് എന്തുകൊണ്ടും ആയോധന കലകളിൽ സുപ്പീരിയർ ആയിരിക്കണം. ഓഫ് കോഴ്സ് അങ്ങനെ അഭ്യാസം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയായാലും വിദ്യുത് ജമ്മാലിന്റെ ബോഡി ഉണ്ടാവും. അത് ശരിയാണ്. 800 crore ബജറ്റുള്ളതല്ലേ, സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ ഓടൂല. അത് പോയിന്റാ. അതാ ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഒരു പാരലൽ യൂണിവേഴ്സിൽ വളരെ അവസരങ്ങൾ കിട്ടി 1000-2000 കോടി ടേൺ ഓവർ ഉള്ള ഒരു ആക്ടർ ആയിരുന്നു വിദ്യുത് ജമ്മാലെങ്കിൽ ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യപ്പെടായിരുന്നു. പക്ഷേ ഇന്ന് ഈ സ്റ്റാർ വാല്യൂന്റെ തരത്തിൽ നോക്കുമ്പോൾ രൺബീർ കപൂറിന് ഒരു ഓപ്ഷൻ വെക്കാൻ പറ്റുന്നത് ഹൃത്തിക് റോഷൻ മാത്രമാണ്. ഇത് രാമനെന്ന് പറഞ്ഞപ്പോഴാണ് മലയാളത്തിൽ ശ്രീ രാമരാജ എന്നുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നയൻതാര സീതയായിട്ടുള്ള ബാലകൃഷ്ണ ആയിരുന്നു അതിലെ. അല്ല, അത് ഞാൻ കണ്ടിരുന്നു. അതിൽ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി. അതെ 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 ഒരു പ്രത്യേക ഒരു ഡിവൈൻ ലുക്ക് മൂപ്പർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ കളിയാക്കെങ്കിലും ആ സിനിമയിലെ ചില സീൻസ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പഴയ ആ മെലോഡ്രാമ ടൈപ്പ് സീരിയൽ ടൈപ്പ് പ്രസന്റേഷൻ ആണെങ്കിൽ അതിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ചില സീൻസ് ഒക്കെ വളരെ മികച്ചതായിരുന്നു. അത് ശരിക്കും ഒരു വർണ്ണനയാണ്. പക്ഷെ ഈ കാർവർണ്ണം പിന്നെ ഈ കറുത്ത നിറം എന്ന് പറയുന്ന ഒരു വർണ്ണനയാണ്. അത് ഇവർ ഓവർ ദ ടോപ്പ് ആക്കിയിട്ട് ഈ നീല പെയിന്റ് അടിക്കാൻ തുടങ്ങി. അത് ഒരുപക്ഷെ പഴയ കാലത്ത് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർഫുൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അടിച്ചു തുടങ്ങിയതായിരിക്കും. പിന്നെ അതൊരു നോർമലൈസ്ഡ് ആയി. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നീലയാണ്. അങ്ങോട്ട് ശരിക്കും നമ്മുടെയൊക്കെ ലിഖിതത്തിൽ കാർവർണ്ണൻ എന്നാണ് പറയുന്നത്. കൃഷ്ണ വേർഡിന്റെ അർത്ഥം ഡാർക്ക് എന്നാണ്. ഓക്കെ, അതിനാണ് പിന്നെ അതെന്തോ ഈ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞപ്പോ നീലി ആവുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ കൽക്കിയിലെ പ്രസന്റേഷൻ എനിക്ക് സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിൽ ഔട്ട് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്രെയിം ആയിരുന്നു അത്. ആ ഒരു മ്യൂസിക്കും അതൊന്ന് കാണാം. ഭയങ്കര അടിപൊളിയായിരുന്നു അത്. ഇവർക്ക് രാമായണം എന്ന് പറഞ്ഞ സിനിമക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ച് കൽക്കി നമുക്ക് തന്ന എഫക്റ്റിൽ നിന്നും മേലെ കൊടുക്കുക എന്നുള്ളതാണ്. ആ ക്വാളിറ്റി കുറച്ച് ചലഞ്ചിങ് ആണ്. അത് കുറച്ച് ചലഞ്ചിങ് ആണ്. ഇപ്പൊ മാമൻ പറഞ്ഞില്ലേ, നമ്മളെ വർണ്ണനയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃഷ്ണന്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇത്രയും കാലം ഇറങ്ങിയ സിനിമകളിൽ കൃഷ്ണൻ ഒരു ചോക്ലേറ്റ് ബോയ് പോലെ അധികം മസ്കുലർ അല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പലതിലും നമ്മൾ കണ്ടിട്ടുള്ളത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വെളുത്ത് തുടുത്ത്. പക്ഷെ ഇതിലാണ് അതെ, ഒരു രാജ്യത്തെ ഒരു വലിയൊരു വംശത്തിനെ നയിക്കുന്ന രാജാവാണ്. ആ രാജാവിൻ്റെ പ്രൗഢിയും ആ ഒരു ഗാംഭീര്യം ഉൾക്കൊണ്ട് ചിത്രീകരിച്ച ഫസ്റ്റ് കൃഷ്ണനാണ്. ഇത് കൽക്കി കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം അത്. പിന്നെ ശബ്ദം, പല സിനിമകളിൽ നമ്മൾ കൃഷ്ണൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു രാഗം പോലെ ഒരു താളം പോലെ, ഇതിലെ കൃഷ്ണന്റെ ശബ്ദം കേട്ടിരിക്കുന്നു വിറയ്ക്കും. അങ്ങനെ ആവണ്ടേ, ഗാംഭീര്യം മേഘം മുഴങ്ങുന്ന പോലെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ ഓരോ ഇത് പറയുമ്പോഴും ഓരോ ഗീതോപദേശം കൊടുക്കുന്ന സമയത്തും. അപ്പം ഇത് വളരെ എനിക്ക് എൻ്റെ മനസ്സിൽ എന്നെ തൃപ്തിപ്പെടുത്തിയ ഒരു കൃഷ്ണൻ്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കൃഷ്ണനെ അവതരിപ്പിച്ച രീതി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയത് ഈ സിനിമയിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ എഫക്റ്റിൻ്റെയൊക്കെ മുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങായിരിക്കും. കാരണം പല കഥാപാത്രങ്ങളുണ്ട്, ഹനുമാനുണ്ട്, ലക്ഷ്മണൻ, ഇവരെയൊക്കെ ഹൈപ്പിൽ നിർത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
വൺ ഓഫ് ദ ബെസ്റ്റ്, അതായത് ഒരു അടുത്തൊരു 30 വർഷത്തേക്ക് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു സിനിമയാവാൻ ചാൻസ് ഉണ്ട് രാമായണം. പക്ഷെ അവരെ ചലഞ്ച് ഇതാണ്, ഇത് എത്തിച്ചിട്ടില്ലെങ്കിൽ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ പോയി. കൃഷ്ണൻ ആക്ച്വലി ചോദിക്കട്ടെ, ഈ കൃഷ്ണൻ എന്നുള്ള കഥാപാത്രം രാമായണത്തിൽ ഇല്ലല്ലോ. ഇല്ല, കൃഷ്ണൻ രാമായണത്തിലില്ല. ഞാനതാ പറഞ്ഞ, കൃഷ്ണന് തതുല്യമായിട്ടുള്ള പല ക്യാരക്ടേഴ്സും അവിടെ ഉണ്ടല്ലോ. ഹനുമാന്, ലക്ഷ്മണൻ, പിന്നെ സുഗ്രീവൻ, ബാലി. അപ്പോൾ ഇവരെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടും ആ ഗൂസ് ബംസ് തരുന്ന രീതിയിലും പ്രസന്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഭയങ്കര ചടങ്ങാണ്. അത് എത്തിച്ചിട്ടില്ലെങ്കിൽ പാളും. ബേസിക്കലി മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളല്ലേ ഇവരൊക്കെ, അങ്ങനെയല്ലേ? അതെ, കൃഷ്ണനും രാമനും ഒക്കെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ്. അതെ. ദിനൂപ എന്താ തോന്നുന്നത്? ഈ ബഡ്ജറ്റിൽ എന്തായാലും പറയുന്ന എക്സ്പെക്ടഡ് ബഡ്ജറ്റിൽ എന്തായാലും മോശം സിനിമയാവാൻ ചാൻസ് ഇല്ല. പൈസ വെറുതെ കത്തിച്ച് കളയില്ലല്ലോ എന്തായാലും. പക്ഷെ നമുക്ക് 500 കോടിയുടെ ഒരു VFXന്റെ ചരിത്രം ഒക്കെ ഉണ്ട്. പറയണ്ട, ഇത് നല്ലൊരു സിനിമയായിട്ട് കാണണം. അതെ, മേക്കിംഗ് തന്നെയാണ് എല്ലാ ഡയറക്ടർ കയ്യിലേക്ക് തന്നെയാണ്. അവർക്കറിയാം ആദിപുരുഷ് പൊട്ടിയ ലെവല് അവർക്കറിയാം. സ്റ്റാൻഡേർഡിൽ ചെയ്യുന്നുണ്ടാവില്ല. കുറച്ചൊക്കെ എല്ലാവർക്കും ഓഡിയൻസിനൊക്കെ വിവരം വെച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ആയി എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഒന്നും കാണാണ്ട് പൈസ ചിലവാക്കില്ലാന്ന് വിചാരിക്കാം. മേക്കിംഗ് തന്നെയാണ് ഡയറക്ടർ കയ്യിലാണ്. VFX എത്ര വലിയ VFX കാരനാണെങ്കിലും ഡയറക്ടർ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനനുസരിച്ചാണ് അയാൾ ഔട്ട്പുട്ട്. അതിലെനിക്ക് ഫുള്ള് കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഡങ്കലും ചിച്ചോറും ചെയ്ത ആളാണ് ഇതിന്റെ ഡയറക്ടർ. പിന്നെ ഹാൻസ് സിമ്മറും AR റഹ്മാനും ഗൂസ് ബംസ് തരാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതിന് പറ്റിയ മെറ്റീരിയൽ ഒരു കൊടുത്താൽ പിന്നെ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എനിക്കതാ തോന്നുന്നത്, ഈ പടത്തിൽ ചിലപ്പോൾ ഫാൻസ് രാവണനാവാൻ ചാൻസ് ഉണ്ട് യഷിന്റെ പെർഫോമൻസ്. കാരണം KGF അതിന്റെ വേറൊരു സാധനവും കൂടി വന്നിട്ടില്ല. അതിന് ശേഷം ഈ സാധനം വരുമ്പോ അതിന്റെ ഒരു റോള് എന്താന്ന് പറയുക, നന്നായിട്ട് മൂപ്പര് പിക്കപ്പ് ചെയ്യുന്ന ഉറപ്പാണ്. അതിന് വേണ്ട എല്ലാ സാധനവും ഈ മോഹൻലാലിന് സ്റ്റീഫൻ ടൈലർ മേഡാന്ന് പറയില്ല, അതേപോലെ യഷിന് രാവണൻ ടൈലർ മേഡാണ്. അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത തന്നെ കാണാം. ഹാൻസ് സിമ്മറിനെ ആദ്യം പൃഥ്വിരാജ് അല്ലേ കൊണ്ടുവരാൻ നോക്കിയത്. ഏത് പടത്തിന്? എമ്പുരാന്റെ പൃഥ്വിരാജ് ഹാൻസ് സിമ്മറിനെ ട്രൈ ചെയ്തേ. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നന്നായി വരാഞ്ഞത്. ഇതിലേക്കൊക്കെ പോട്ടെ. നല്ല ഇതെന്തായാലും സക്സസ് ആവടാ. The whole nation വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ഇന്ത്യ ആക്ച്വലി ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട്. ഈ ഒരു പൊട്ടൻഷ്യൽ വേറൊരു സിനിമക്ക് ഉണ്ടായിരുന്നു. ഏതിനാണെന്നറിയോ? ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക്. അവരത് നല്ല മെറ്റീരിയൽ, ഞാൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അതായത് ചില സിനിമകൾ കാണുമ്പോൾ ഇത് ഇങ്ങനെയല്ലല്ലോ ഉണ്ടാക്കേണ്ടിയിരുന്നത് എന്ന് അതിലെനിക്ക് തോന്നിയ മൂന്നാമതൊരു സിനിമയാണ് ബ്രഹ്മാസ്ത്ര. അത് ശരിക്കും ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോയിന്റ്, ഒരു ടോപ്പിക് ആയിരുന്നു. ബട്ട് അതായാലും ഫിക്ഷൻ അല്ലേ, സ്റ്റോറി അവരൊന്നും ഉണ്ടാക്കുന്നത്. ഇത് ഓൾറെഡി എൻറ്റയർ മെറ്റീരിയൽ ഉണ്ട്. അതൊരു നല്ല പ്രസന്റബിൾ സ്ക്രിപ്റ്റ് ആയിട്ട് മാറ്റാനുള്ളതാണ് ചാലഞ്ച്. അത്രയും 50% ഓഫ് ദ വർക്ക് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി 50 വരെ നോക്കിയാൽ മതി. മേക്കിംഗ് ഇപ്പൊ 2018 സിനിമയില്ലേ, എന്തൊക്കെയാണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ട. പക്ഷെ അത് വിഷ്വലൈസ് ചെയ്ത് മേക്കിങ്ങിലൂടെ അത്ഭുതം ഉണ്ടാക്കി കൂടാനാണ്. അതുപോലെ ആദിപുരുഷ് ഇറങ്ങി കഴിഞ്ഞിട്ട് അവര് പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സീറ്റ് ഹനുമാന് വേണ്ടി മാറ്റി വെക്കുന്നു എല്ലാ തിയേറ്ററും ആദിപുരുഷില്. ഇതില് എല്ലാ തിയേറ്ററും ആദിപുരുഷിന്റെ ഡയറക്ടറിന് വേണ്ടിട്ട് മാറ്റി വെക്കണമെന്ന് നമ്മള് ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാരും. അതാ ഇതിപ്പോ അങ്ങനെ ഇന്ന് വെച്ചാലേ ഈ രാമായണം, ഈ രാമക്ഷേത്രം ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് ഇത് ഒരുപാട് ആള് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ കൂടി ലിങ്ക്ഡ് ആയിട്ട് വരും. ആളുകൾ ഇപ്പൊ ഈ ഡിവോഷൻ മൂവിനെ അങ്ങനെയും കൂടി കാണും. പക്ഷെ മേക്കിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ആസ് ആൻ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഒരു ഭയങ്കര ഹയർ ലെവൽ സംഭവം തന്നെ ആയിരിക്കും അത്. അപ്പൊ ആളുകൾ ഡിവൈഡിറ്റി കൂടെ അതിനകത്ത് കൊടുക്കുമ്പോഴാണ് അതിന് ഭയങ്കരമായിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടാനുള്ള സാധ്യത. പ്രത്യേകിച്ച് അത് ഗംഭീര മേക്കിംഗ് ആണെങ്കിൽ അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് ചിലപ്പോൾ അവിടെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. ഏത് സമയം വിവാദമാവാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. പണികള് ചെറുങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ വിവാദം ഉറപ്പാണ്. രാമൻ എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ തന്നെ ഇപ്പോ കേരളത്തിൽ ഇപ്പൊ JSK എന്ന് പറഞ്ഞ മൂവിന്റെ ഇതില് ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കുന്നതിന്റെ അത് പിന്നെ അത് എന്താ അതിന്റെ ഇതൊന്നും അറിയില്ല. പക്ഷെ ഇതിനകത്തൊന്നും ആ രീതിയിലേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല. മാസീവായിട്ടുള്ള രീതിയിൽ എടുക്കാനാണ് സാധ്യത. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് തീർച്ചയായിട്ടും രാവണൻ സ്കോർ ചെയ്യുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതാവട്ടെ അതിന് ആ ഹൈപ്പ് കാണിച്ചാൽ മാത്രമേ പടത്തിന്റേതായ രീതിയിൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ക്യാരക്ടറിൽ സ്കോർ ചെയ്താൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ സംഭവിക്കുന്ന വെച്ചാല് രാവണൻ ചെയ്യുന്ന യശ് ആയതുകൊണ്ട് അത് സ്കോർ ചെയ്യേണ്ടത് നിർബന്ധമായിരിക്കും. അങ്ങനെ കൂടി സിനിമാറ്റിക് ആയിട്ട് അതിനെ മാറ്റേണ്ടി വരും. കഥയിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും ചിലപ്പോ
പിന്നെ മാത്രമല്ല ആക്ച്വൽ ഹിസ്റ്ററിയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഇതിൽ തന്നെ രാവണൻ സ്കോർ ചെയ്തിട്ടുള്ള കുറെ ഭാഗങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെ എങ്ങനെ ഇവരെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ശരിക്കും കാണേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ആദിപുരുഷതൊക്കെ ഇറങ്ങിയ എക്സ്പീരിയൻസ് എല്ലാം മുമ്പിലുണ്ട്. അപ്പൊ ഇതിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടും എങ്ങനെ എടുത്ത് വെക്കണം അതിനാണ് ഇപ്പൊ മ്യൂസിക് വരെ ഈ രീതിയിൽ പോയിട്ടുള്ളത്. അപ്പൊ ഐ തിങ്ക് ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് മാത്രമല്ല നമ്മൾ ഈ 2 ക്യാരക്ടർ റിവീലിംഗ് കണ്ടുള്ളൂ. ഇപ്പൊ മൂന്നാമത് അതും കൂടി പറഞ്ഞ ഹനുമാന്റെ കൂടി ബാക്കി കുറെ ഹിസ്റ്റോറിക് ക്യാരക്ടേഴ്സ് വരാനുണ്ട്. അപ്പൊ അതൊക്കെ കാസ്റ്റ് ചെയ്യപ്പെടുന്നതും പിന്നെ ആളുകൾക്ക് എന്താണെന്നറിയോ, ഈ ബൾക്കായിട്ടുള്ള നമ്മുടെ ഒരു സമയത്ത് എന്തെന്ന സ്റ്റാർസിനെല്ലാം അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നവരെല്ലാവരെയും ഒരു ഇത് കാണുന്ന സമയത്ത് അത് എല്ലാം വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ അത് നന്നാവും കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഹൈപ്പിലേക്ക് പോകും മൂവി. അപ്പൊ അത് പിന്നെ ഇതാണ് ആളുകൾ ഭക്തിയിലേക്ക് കൂടി കണക്ട് ചെയ്താൽ പറയും വേണ്ടിയില്ല, ഭയങ്കരമായിരിക്കും. അങ്ങനല്ല, പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും സ്റ്റാർസിനെ കൊണ്ടുവന്നാലും പ്രശ്നമാണ്. ഇത് രാമായണായിട്ട് കാണുന്നു, അല്ലാതെ സ്റ്റാർസിന് വേണ്ടിയിട്ട് കാണുന്ന പോലെ ആവുമല്ലോ. ബ്രഹ്മാസ്ത്ര കഥാനായത് എല്ലാ സ്റ്റാർസിനെ കൊണ്ടുവന്ന് വെച്ച് ഷാറുഖ് ഖാൻ വരുമ്പോഴോ ഷാറുഖ് ഖാൻ എന്ന് ആ ഷാറുഖിന്റെ ക്യാരക്ടർ എന്താ അറിയോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? അതിലൊരു ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഞാൻ കേട്ടിരുന്നു. മോഹൻ ഭഗത് എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്, ആ സയന്റിസ്റ്റിന്റെ. ആ മോഹൻ ഭഗത് വരുന്നത് സ്വദേശിലെ മോഹൻ ഭഗത് ആന്നുള്ളൊരു സ്കൂൾ ഓഫ് തോട്ട് ഞാൻ കേട്ടിരുന്നു. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ടാണ്. കാരണം മോഹൻ ഭഗത് സ്വദേശിലെ നാസ സയന്റിസ്റ്റ് ആണ്, ഇതിലും സയന്റിസ്റ്റ് ആണ് മോഹൻ ഭഗത്. പിന്നെ അന്നത്തെ റിലീസ് ഡേറ്റും ഇന്നത്തെ റിലീസ് ഡേറ്റും നോക്കുമ്പോൾ ആ ക്യാരക്ടറിനും അത്ര വയസ്സായിട്ടും ഉണ്ട്. ഐ മീൻ എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല, മോഹൻ ഭഗത് ആണെന്ന് തോന്നുന്നു. സ്വദേശ് അല്ലേ, മോഹൻ ഭാർഗവ. മോഹൻ ഭാർഗവ ഇതിൻ്റെ അകത്ത് സ്വദേശിൻ്റെ അകത്ത് ബ്രഹ്മാസ്ത്രയിൽ മോഹൻ ഭാർഗവ് സെയിം ക്യാരക്ടർ. അത് നല്ലൊരു തോട്ട് പ്രോസസ് ആയി. പക്ഷെ അതാ സ്റ്റാർസ് ഓവർടേക്ക് ചെയ്യരുത് കഥേനെ. അല്ല അത് മിക്കവാറും ഡയറക്ടർ കക്ഷി ആയതുകൊണ്ട് അതിനകത്തൊരു കൺട്രോൾഡ് ആയിട്ട് തന്നെ പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് സീ എന്താവും എന്നുള്ളത്. എന്തായാലും എന്നത്തേക്കാ റിലീസ് വരുന്നുണ്ടാവുക? 26 അല്ലേ? KGF 3 ഉണ്ടാ ആക്ച്വലി? വെറുതെ ഹിന്റ് ഇട്ട പോലെ എനിക്ക് തോന്നിയത്, അറിയില്ല എത്രയെന്ന് വെച്ചിട്ട് റോക്കിയുടെ കഥ കേൾക്കും. അല്ലെ നല്ല ടൈം എടുത്ത് വരണം, ഒരു 5 കൊല്ലം 6 കൊല്ലത്തിന് ശേഷം വന്നാലും ഒരു ഫ്രഷ്നെസ് അല്ല ഇത് എന്താ ഇത് മിക്കവാറും ഇപ്പൊ യഷിന്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഒക്കെ മൂപ്പരുടെ സ്റ്റൈൽ ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ക്യാരക്ടർ ചിലപ്പോ പടം ഹൈപ്പ് ആവുകയാണെങ്കിൽ നല്ല എന്താ പറയും ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനം തന്നെ ആയിരിക്കും. പിന്നെ മൂപ്പര് ഇതിന്റെ ചിലപ്പോ ഹിറ്റായിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഹിറ്റായിട്ടുണ്ടെങ്കിൽ കോടികൾ 1000 കോടികളും വിൽക്കൂലേ കളക്ക്. ബാഹുബലി 3000 കോടി അടിച്ചിരിക്കുന്ന. അപ്പൊ ഇത് എങ്ങനെ നോക്കിയാലും ഒരു 5000 കോടി, ഏത് സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ 5000 കോടി പോസിബിൾ ആണ്. എത്ര വർഷം മുമ്പാ 3000 കോടി അടിച്ചത്? ഇന്ത്യയിൽ മാത്രമല്ല ഓവർസീസും എല്ലാം കൂടി ചേർത്ത് ഒരു 5000-ത്തിനടുത്ത് ബിസിനസ് നടക്കണം. ഒരു 3 മേടിക്കണം, എന്നാലേ പൊട്ടി ബ്രേക്ക് ഈവൻ എന്നെങ്കിലും പറയാം. അല്ല ഇത് മെയിൻലി എന്താണെന്നറിയോ, ഇതിന്റെ മേക്കിംഗ് ആയിരിക്കും ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നത്. കാരണം ഇത്രയും സിസ്റ്റത്തെ നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആളുകൾ പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കും. ഇതിന്റെ ഒരു വ്യൂ പോയിന്റ്, ഇങ്ങനത്തെ ലാർജ് സ്കെയിൽ വരുന്ന സംഭവത്തിന്റെ മേക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ആളുകൾ ആ വ്യൂ പോയിന്റ് തന്നെ കണ്ടിരിക്കും. ഈവൻ ക്യാരക്ടേഴ്സിനോടുള്ള ഒരു ഇതിനോട് അല്ലെങ്കിൽ താരങ്ങളോട് സ്റ്റാർസിനോടുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഫിലിമിന്റെ ഒരു മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അത് തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു ഇതെല്ലാം കണ്ടിട്ട് ഇതൊരു സംഭവം എന്നൊക്കെയാണ് ഫീൽ ചെയ്യുന്നുണ്ടോ. അത് വേറെ കാര്യം. റിയൽ ലൈഫ് സ്റ്റോറിയിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ വലിയൊരു 50% പോയിട്ട് മതി. പക്ഷെ ഇങ്ങനെ ഒരു പുരാണ സ്റ്റോറിയിലേക്ക് ഒരാളെ ഇൻവോൾവ് ചെയ്യിക്കാന്ന് പറഞ്ഞാല് ഇതെല്ലാം സിനിമയല്ല, ശരിക്കും ഒരു ഇതിലേക്ക് ഇൻസിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കാൻ ചില്ലറ പരിപാടി ആയിരിക്കില്ല. നല്ല എഫേർട്ട് എടുക്കണം. പിന്നെ ഇത് വൃത്തിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രം മതിയല്ലോ. കാരണം ക്യാരക്ടർ തന്നെ ഫാൻസ് ഇപ്പൊ ഓൾറെഡി ഉണ്ടല്ലോ, രാമൻ എന്ന് പറയുമ്പോ തന്നെ. അപ്പം ജസ്റ്റ് വൃത്തിയിലൊന്ന് പ്രസന്റ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം രാമായണത്തിന്റെ ടീസർ നമ്മൾ കണ്ടു. ഇത് ടീസർ അല്ല, ഇത് ടൈറ്റിൽ റിവ്യൂ അങ്ങനെ എന്തോ ഒരു സംഭവം പോലെയാണ്. പക്ഷെ നല്ല ചാർജ് ആയോ? ഒരു 95% ചാർജ്. 5% എനിക്ക് പേടിയാണ് ബോളിവുഡ് ആയോണ്ട്.
പിന്നെ എനിക്ക് എന്നും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. കാരണം ഈ പുറമെ നമ്മൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കാണുമ്പോഴും വൈക്കിങ്സ്, ലോർഡ് ഓഫ് ദ റിങ്സ്, കിങ് ആർത്തർ എന്ന് പറഞ്ഞിട്ടുള്ള പല സിനിമകളും കാണുമ്പോൾ അവർക്കൊക്കെ കഥാപാത്രങ്ങളെ പുതുതായിട്ട് ജനിപ്പിക്കണം. നമുക്ക് കിട്ടിയൊരു വരദാനം, ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ക്യാരക്ടേഴ്സും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഗൂസ് ബംസ് തരുന്ന കഥകളും. ഈ രാമായണം മാത്രമല്ല, ചെറിയ ചെറിയ കഥകൾ. രാമായണം ഇപ്പോൾ ഏകലവ്യൻ്റെ കഥ, ഒറ്റക്ക് ആ ഒരു ആയോധന കല അമ്പെയ്ത്ത് പഠിച്ചിട്ട് അവസാനം വിരൽ ദാനം ചെയ്ത് കൊടുക്കേണ്ട ഏകലവ്യൻ്റെ കഥ മുതൽ ചെറിയ ചെറിയ എത്ര ത്രസിപ്പിക്കുന്ന അനക്ഡോട്ട്സ് ഉള്ള ഒരു മിത്തോളജിയാണ് നമുക്ക് അറിയോ. അപ്പൊ അത് അതായത് ഇപ്പോ ഇത് പറയുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്കിപ്പോ ഈ സൂപ്പർമാൻ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും ഹനുമാൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇപ്പൊ ഈ പടത്തിനൊക്കെ പോലെ അതൊരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായി വെച്ചുകൊണ്ട് ഒരു അതിമാനുഷികമായിട്ട് തന്നെ അങ്ങനെയൊക്കെ ഭയങ്കര മേക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഹിസ്റ്ററിയിൽ ഒരുപാട് കഥാപാത്രത്തെ വെച്ചിട്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹനുമാൻ വെച്ചിട്ട് ഓൾറെഡി ഒരു ഫിലിം വരുന്നുണ്ടല്ലോ, ഋഷഭ് ഷെട്ടി വരുന്നുണ്ട് കേട്ടു. അതെ അത് ആ ഒരു രീതിയിൽ തന്നെ വരണം. നമ്മളിപ്പോ അവരുടെ ഇപ്പൊ ആദ്യത്തെ പറഞ്ഞ പോലെ ആ യൂണിവേഴ്സിൽ അവര് ഇതുപോലുള്ള സൂപ്പർ ഹീറോസിനെ ഇൻവെന്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇവരെ കറക്റ്റ് ആ രീതിയിലേക്ക് അവതരിപ്പിക്കാം. അപ്പോഴാണ് എനിക്ക് പറഞ്ഞത് അത് കറക്റ്റ് ഈ പക്കാ പുരാണ മേടായിട്ട് പോയിട്ട് കാര്യമില്ല. സിനിമാറ്റിക് എക്സ്പീരിയൻസിലേക്കും കൂടി ഒരു ആധുനികതയിലേക്ക് കൊണ്ടുവന്നിട്ടൊരു സാധനം പിടിക്കാനുണ്ടല്ലോ, അവർ ഒന്നര പിടുത്തായിരിക്കും. നമുക്ക് അവരോട് കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അതെ, നമ്മുടെ ഓരോ കഥാപാത്രത്തിനും ഒരു സിനിമക്കുള്ള സ്കോപ്പ് ഉണ്ട്. ഇപ്പം ഹനുമാന്റെ കഥ വരിക എന്ന് പറയുന്നു. ഇപ്പം ഹനുമാൻ എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ട്രീറ്റ് ഉണ്ടെന്ന് അറിയാം. അതായത് എപ്പോഴും ഒരു സൂപ്പർ ഹീറോ, ഇപ്പം ഹോളിവുഡിലെ സൂപ്പർ ഹീറോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു പോയിന്റ് കൊടുക്കും. അതായത് പവർ ഏതോ ഒരു സാഹചര്യത്തിൽ ഇല്ലാതാവുന്ന രീതിയിലോ അല്ലെങ്കിൽ പവർ മറന്നു പോകുന്ന രീതിയിലോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ് കൊടുക്കും, ഒരു ഫ്ലോ കൊടുക്കും ഒരു ക്യാരക്ടറിന്. നമ്മുടെ ഹനുമാന്റെ ക്യാരക്ടറിന് ഒരു സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ പണ്ട് യാഗഭൂമിയിൽ എന്തോ ചെയ്തിട്ട് മുനിവര്യന്മാരെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ഹനുമാൻ. അതായത് നിന്റെ കഴിവ് നിനക്ക് അറിയാതെ പോട്ടെ എന്നുള്ളത്. വേറൊരു വ്യക്തി അദ്ദേഹത്തിനോട് പറഞ്ഞാലോ പുകഴ്ത്തിയാലോ ഇങ്ങനെ തനിക്ക് ഈ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ സ്വന്തം കഴിവ് ഹനുമാനെ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. അങ്ങനത്തെ അതൊരു കഥ. പിന്നെ ഈ ഏകലവ്യൻ്റെ കഥ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒന്നും വേണ്ട, ഒരു രാമായണത്തിൽ ഒരു ചെറിയൊരു അനക്ഡോട്ട് എടുക്കുക, അതിൽ തന്നെ ഉണ്ട് നല്ലൊരു പ്ലോട്ട്. അതായത് ജഡായുവിൻ്റെ കഥ. വെറും ആ പക്ഷീൻ്റെ കഥ മാത്രം എടുത്താൽ തന്നെ അതിൽ സിനിമാറ്റിക് മൊമെന്റ്സ് ഉണ്ടാവും. അതിനൊരു ഹൈ ഉണ്ടാവും, ഒരു ലോ ഉണ്ടാവും, ഒരു ഇമോഷണൽ പാർട്ട് ഉണ്ടാവും, ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. അപ്പം ഇത്ര വാസ്റ്റായി കിടക്കുന്ന നമ്മുടെ ഏൻഷ്യൻ്റ് മിത്തോളജി ഇപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയല്ലേ. കാന്തരയുടെ ടീം ഇപ്പോൾ ഹനുമാനുമായിട്ട് വരുന്നു. പിന്നെ അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ കഥകളും സിനിമകളും ഈ മിത്തോളജിനെ ബേസ് ചെയ്ത് വരുന്നതിൽ ഒരുപാട് സന്തോഷം. പ്ലസ് ഇത് മാത്രമല്ല, ഈ രാമായണം മഹാഭാരതം എന്ന് പറഞ്ഞ ഈ കഥകൾക്കുള്ളിൽ തന്നെ ഇപ്പം ഇതില്ലേ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥ. അതായത് തക്ഷകൻ്റെ ഹരിശ്ചന്ദ്ര തന്നെയല്ലേ പേര്, അതോ എനിക്ക് പേര് മാറിയതാണ്. അതായത് ഹരിശ്ചന്ദ്ര എന്നാണെന്ന് തോന്നുന്നു. ഇനി ഇല്ലെങ്കിൽ ഞാനിതിൽ ക്യാപ്ഷനായിട്ട് കറക്റ്റ് പേര് പറയാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പേര് അതാണ്. അതായത് അയാൾ ഭയങ്കര ഹോണസ്റ്റി ആയിരുന്നു അയാൾക്ക്. അപ്പം ഹരിശ്ചന്ദ്ര മഹാരാജാവിന് ഒരു ശാപം കിട്ടും. തക്ഷകനാൽ മരിക്കപ്പെടുന്നതാണ്. തക്ഷകൻ എന്ന് പറയുന്ന ഭയങ്കര വിഷമുള്ള ഒരു സർപ്പാണ്. എന്നിട്ട് ഇതെല്ലാം പേടിച്ചിട്ട് 7 കടലുകൾക്കപ്പുറം ഒരു ഐലൻഡ് പോയി താമസിച്ച് ഏഴജാതി എത്താത്ത സ്ഥലത്ത് ഒരു പഴത്തിൻ്റെ ഉള്ളിൽ പുഴുവായി വന്നിട്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ മുമ്പിൽ തക്ഷകനായി രൂപാന്തരപ്പെട്ട് കൊത്തി അദ്ദേഹം മരണപ്പെടും. അങ്ങനത്തെ പല കഥകളും ഇതൊക്കെ എന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ തന്നെ ഇപ്പോ ബാലി ഒരു ക്യാരക്ടറാണ്. അതെ, സുഗ്രീവനും ബാലി ഒരു ക്യാരക്ടർ, സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ, അത്ര കരുത്തനായിട്ടുള്ള ആളായിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാലിന്ന് വിട്ടുപോകുന്നതിന് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ബാലിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാലിനെ പുറകിൽ നിന്ന് അമ്പ് ചെയ്ത് തോൽപ്പിച്ചതാണ്. കാരണം അത്രയും ശക്തിമാനായ ഒരാളായിരുന്നു. അല്ല, ബാലിക്ക് ഒരു വരം ഉണ്ടെന്നാ പറയാം. അതായത് ആരോട് മൂപ്പരെ ഏറ്റുമുട്ടുന്നോ ആ ഏറ്റുമുട്ടുന്ന ആളുടെ പകുതി ശക്തി മൂപ്പർക്ക് കിട്ടുന്നല്ലേ. അങ്ങനെ ഒരു വരം മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ബാക്ക് നമ്പർ ചെയ്ത് തോൽവി ചെയ്യുന്നത്. അത് ഇപ്പത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വിഘ്നേഷ് റിവേഴ്സ് കാർഡ്. പിന്നെ അതുപോലത്തെ ഈ പറഞ്ഞ പോലെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ എന്താ ഇതിന്റെ ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു വരുമ്പോ കുറെ ഇതുപോലത്തെ കഥകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി മഹാഭാരതത്തിലൊക്കെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് കഥയുടെ ഭാഗമായി നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള പുരാണത്തിൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യെങ്കിലും അവരെ ബേസ് ചെയ്ത് മാത്രം എടുക്കുമ്പോൾ അവരെ പോസിറ്റീവായിട്ട് കാണിക്കാൻ പറ്റുന്ന
ഒരുപാട് സീക്വൻസുകൾ കിട്ടും. അതിനെ റൈസ് ചെയ്ത് സ്റ്റോറി ആക്കിയിട്ടൊക്കെ ഒന്നും അതിലേക്ക് വേണ്ട, എടുക്കാൻ പറ്റും. ഒരു അഭിമന്യുടെ ക്യാരക്ടർ മാത്രം എടുത്തു നോക്കി, എന്ത് അടിപൊളി സിനിമ ഉണ്ടാക്കാം. ഒറ്റക്ക് ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കിടന്ന് അവസാനം ആള് വളഞ്ഞപ്പോഴും രഥത്തിന്റെ ചക്രം എടുത്ത് ഫൈറ്റ് ചെയ്ത്, എന്നിട്ടും പുറത്ത് കിടക്കാൻ അറിയില്ലല്ലോ അദ്ദേഹത്തിന്. അതൊക്കെ ഭയങ്കര സിനിമാറ്റിക് മൊമെന്റ് തരുന്ന സീൻസ് ആയിരിക്കും. ഇമാജിൻ ചെയ്ത് നോക്കത് ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ അശ്വത്ഥാമാവിന്റെ ക്യാരക്ടർ, അതൊരു ആക്ച്വലി ഒരു നെഗറ്റീവ് തോന്നിക്കുന്ന കഥാപാത്രം ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ കണ്ണിൽ അദ്ദേഹത്തിന് റീസൺസ് ഉണ്ടായിരുന്നു ചെയ്ത കാര്യം. റീസൺസ് അതിപ്പോ ദ്രോണർക്കുണ്ട്, ദ്രോണറുടെ മകനാണ് അശ്വത്ഥാമ. അതുപോലെ ഭീഷ്മാചാര്യർ, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിനകത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ പഞ്ചപാണ്ഡവരിൽ തന്നെ യുധിഷ്ഠിരന്റെ ഒരു വ്യൂ പോയിന്റ് ധർമ്മിഷ്ഠർ എന്നുള്ളതാണ്, ധർമ്മപുത്രൻ എന്നാണല്ലോ വേറൊരു പേര്. അപ്പൊ ഭീമസേന്റെ കഥ അത് അങ്ങനത്തെ ഒരു വഴി. ഈ ഹനുമാനും ഭീമസേനും തമ്മിലൊരു ഫണ്ണി സ്റ്റോറി ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം നമ്മൾ പലരിൽ നിന്നും കേൾക്കുന്നതാണ്. ഇതിലൊക്കെ രണ്ടുപേരും വായുപുത്രന്മാരാണല്ലോ. ഞാൻ ആ കഥ പറഞ്ഞത് അത് എത്രത്തോളം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോറികൾ സത്യമാണോ അല്ലേ എന്നുള്ള ടോപ്പിക്ക് വേറെ. പക്ഷേ മിത്തോളജി തന്നെ ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടൊരു സ്റ്റോറിയാണ്. അതായത് ഭീമന് ഭയങ്കര ഇതുണ്ടാവും, ഒരു ഗർവ് ഉണ്ടാവും, ഞാനാണ് ഏറ്റവും കൂടുതൽ ശക്തിശാലി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഹനുമാൻ ഒരു ദിവസം കിടന്ന് വഴിയിൽ, അപ്പം മാറിക്കിടക്കടാന്ന് പറയും. ഇത് മറ്റേ ഇതിൻ്റെ അകത്തുള്ളതല്ലേ, ചാക്യാർ കൂത്തിലോ മറ്റേ ഓട്ടം തുള്ളലോ ഉണ്ടല്ലോ, മാറിക്കിടക്കട. അപ്പം മാറിക്കിടക്കാൻ പറയും, ഇത് മാറൂല. അപ്പം ഇദ്ദേഹം വന്നിട്ട് വാലെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റുമോ നോക്കും, വാലും കൂടി തൊട്ടാ പൊങ്ങൂല. അങ്ങനെ ഒരു നല്ല അത് കുറെ നമുക്ക് എന്താണെന്നറിയോ, ഒരു സീരീസ് എന്നൊന്നല്ല, ഗെയിം ഓഫ് ത്രോൺസ് തന്നെ സീസൺസോളം നിലനിൽക്കുന്ന എപ്പിസോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും വാസ്റ്റ് മിത്തോളജി നമുക്കുണ്ട്. ഇനി ഭക്തിയുടെ അടിസ്ഥാനത്തിൽ കാണണ്ട, നമുക്ക് സിനിമാറ്റിക് എനിക്ക് നമ്മളിപ്പോ സ്പെഷ്യാലിറ്റി എന്താ അറിയോ, നമ്മളെ ഈ മഹാഭാരതമായിട്ട് രാമായണമായിട്ട് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല്, ഇപ്പൊ യൂഷ്വലി എല്ലാ ഇപ്പത്തെ സ്റ്റോറി ആയെങ്കിലും അല്ലെങ്കിൽ വെസ്റ്റേൺ ഏത് സ്റ്റോറി ആയെങ്കിലും അതിലൊരു ഗുഡ് ഉണ്ടാവും, ഒരു ബാഡ് ഉണ്ടാവും, പ്രൊട്ടാഗനിസ്റ്റ് ആന്റാഗനിസ്റ്റ് ഉണ്ടാവും. ബട്ട് ഈ രാമായണ മഹാഭാരത അതില് ഒരു സൈഡ് ഗുഡ് ഒരു സൈഡ് ബാഡ് അല്ല, എല്ലാവരും ബാഡ് ഉണ്ട്, എല്ലാവരും റൈറ്റ് ആൻഡ് റോങ് ഇൻ ദെയർ ഓൺ വേ. അതാണ് കഥയ്ക്ക് ഏറ്റവും നല്ലത്. കാരണം ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ക്യാരക്ടറിന്റെ സൈഡ് പിടിക്കാൻ പറ്റില്ല. അതാണ് ആ വൈകാരികതയാണ് അവര് വൃത്തിയിൽ കഥയാക്കുന്നത്. അതുണ്ട്. അതിപ്പോ ഈ നമ്മളിപ്പോ മഹാഭാരതം എടുത്താല് അതിനകത്ത് ദുര്യോധനാണ് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രം. അതായത് ഇപ്പുറത്തുള്ള ഇപ്പൊ നമ്മള് രാവണനെ പറയുന്ന പോലെ അവിടെ ദുര്യോധനാണ്. പക്ഷെ ദുര്യോധനൻ എന്ന് പറഞ്ഞ വ്യക്തിന്റെ മാത്രമായിട്ടുള്ള ഒരു ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ആസ്പെക്റ്റിൽ മാത്രം ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് അത് ഭയങ്കര. ഇപ്പൊ കർണൻ ശരിക്കും പഞ്ചപാണ്ഡവരുടെ ഏറ്റവും മൂത്ത സഹോദരനാണ്. പക്ഷെ കർണൻ നിലനിൽക്കുന്നത് അപ്പുറത്താണ്. കർണനാണല്ലോ റിയൽ ഹീറോ ശരിക്കും പറയുന്നത്. കർണൻ ഭയങ്കര ഹൈപ്പ് തരുന്ന ആ കൽക്കിയിൽ തന്നെ ആ പോർഷൻ കാണുമ്പോൾ എന്ത് ഗൂസ്ബംസ് ആണ്. കർണന്റെ ക്യാരക്ടറോട് ആക്ച്വലി നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഇഷ്ടം തോന്നിപ്പോകും. കാരണം അത്രയും കഷ്ടപ്പാടുന്ന് വന്നതുകൊണ്ടും പിന്നെ ജനിച്ച അന്ന് തന്നെ പുഴയിൽ ഒഴുക്കിയ സീനും ഇതെല്ലാം കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അത് ആ പാണ്ഡവരെ ടീമിൽ തന്നെ കർണം വന്നിരുന്നെങ്കിൽ എജ്ജാതി ഈ ബാബു ആന്റണിയൊക്കെ നായകന്റെ ഒപ്പം ഉണ്ടാകുന്ന ഫീല് നമുക്ക് പണ്ട് സിനിമ കാണുമ്പോൾ ഉണ്ടാവില്ല. അതേപോലെ കർണനും കൂടി വന്നിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം കഥ തീർന്നേനെ. ഗീതയൊന്നും ഉപദേശിക്കേണ്ട. അതായത് അർജുനൻ കയറി നിൽക്കല്ലോ, അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്, നീ അവിടെ നിൽക്ക് അർജുന, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയി അടിച്ചു തീർത്ത് തിരിച്ചു വന്നേനെ. അതും സ്വന്തം ആര് കൊടുക്കും സ്വന്തം ഇമ്മ്യൂണിറ്റി, അതായത് സ്വന്തം ഷീൽഡും കവചമുണ്ടലങ്ങൾ ദാനം കൊടുത്തിട്ട് ചതിമാർഗത്തിലൂടെയല്ലേ അത് ഇതാക്കുന്നത്. അതുണ്ടാക്കണം പുള്ളിനെ വധിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ അത് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു മഹർഷിന്റെ രൂപത്തിൽ അങ്ങനെ പോയിട്ട് അത് കൃഷ്ണൻ ഒഴിവാണ്. അങ്ങനെയല്ലേ, ഭയങ്കരമാണ്. എല്ലാത്തും ചതിയും ഇതൊക്കെ തന്നെയാണ്. അതാണ് നേരത്തെ വിഘ്നേഷ് പറഞ്ഞത്. അതായത് നമുക്ക് സൈഡ് എടുക്കാൻ പറ്റില്ല, കാരണം അവര് ചെയ്തത് മോശം പരിപാടിയാണല്ലോ. അതിൽ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ അർജുനനോട്, അർജുനൻ പറയും എന്ത് മഹാഭാരതത്തിലെ ഓർമ്മയുള്ള പോലെ അർജുനൻ പറയും ആ സൈഡിലുള്ളത് എന്റെ റിലേറ്റീവ്സ് ആണ്. അതെ, പിന്നെ അതിൽ കുറെ പേര് ഇന്നസെന്റ് ആണ്, നല്ലവരാണ്, ലൈഫിൽ ഒരു എന്താ തെറ്റെന്ന് പറഞ്ഞാൽ ചെയ്യാത്തവര്. അപ്പൊ കൃഷ്ണൻ പറയുന്ന ഒരു ഇതുണ്ട്, അവരൊക്കെ അധർമ്മന്റെ സൈഡിലാണ് ഉള്ളത്. സോ അധർമ്മ ഉള്ള സൈഡില് ആരായാലും നല്ലവരായാലും they have to go. പക്ഷെ they were doing their duty, right? അവരുടെ കർമ്മം മാത്രം. It's all about dharma.
ധർമ്മ മീൻസ് യുവർ ഡ്യൂട്ടി. അതില് ആ സൈഡ് അവരുടെ സൈഡില് തെറ്റുണ്ട്, ആ സൈഡിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ ഭീഷ്മൻ നോക്ക്, ഈ മഹാഭാരത വാർ ഉണ്ടാവാൻ ഒരു റീസൺ ഭീഷ്മനാണ്. ദ്രൗപദിനെ അത് സാരി ഇത് ചെയ്യുന്നതില്ല, അവിടെ ഭീഷ്മൻ ഒന്നും പറഞ്ഞില്ല, ഹി വാസ് ന്യൂട്രൽ. അതെ അതെ, ആൾക്കിടപെടായിരുന്നു. കാരണം ആ മാനഹാനിയിൽ നിന്നാണല്ലോ ഈ പ്രതികാരം തുടങ്ങുന്നത്. അതെ, ഭയങ്കര അതായത് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര പേര് സിനിമ എടുത്താലോ എത്ര സിനിമകൾ എടുത്താലോ ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല. കാരണം അത്രയും സ്മോൾ എനക്ഡോട്ട്സും ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്സും ഉള്ളൊരു ഭയങ്കര വലിയ സബ്ജക്റ്റ് ആണ്. ഒന്നും രണ്ടും അല്ലല്ലോ, രാമായണം ഉണ്ട്, ഇനി അതിലെ മഹാഭാരതം ഉണ്ട്, ഇനി അതും അല്ലെങ്കിൽ കൽക്കിയുടെ കാലത്തുള്ള പിന്നെ വരാഹാവതാരം, നരസിംഹ സിനിമ വരുന്നുണ്ട്, നമ്മുടെ അഭിമാനമായ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ. അത് ഇവിടെ ടീം തന്നെയല്ലേ, ഹൊമ്പളയും ഋഷഭ്. ഹൊമ്പളെ തന്നെയാ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതെ, അതാണ് കണ്ടത്. അതെ, ഇവിടെ ആ ഒരു കെൽപ്പുള്ള 2 പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് ഒന്ന് KVN-ഉം ഹൊമ്പളയാണ്. KVN ആണ് വിജയിന്റെ അടുത്ത പടം ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. ഹെഡ് എന്ന് വെച്ചാൽ CEO, അങ്ങനെ എന്തോ ഓപ്പറേറ്റിംഗ് ഹെഡ്. ഇത് പറയുമ്പോ എനിക്കൊരു ഒരു തോട്ട് വന്നു മൈൻഡില്. മലയാളം സിനിമ ക്വാളിറ്റി നോക്കുക, നമ്മളെല്ലാം ഏത് സിനിമ ഗ്രൗണ്ടഡ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ബട്ട് മലയാളം ഇൻഡസ്ട്രി എന്താ ഒരു എപ്പിക് സ്കെയിലിൽ ആ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റാത്തത്. എപ്പിക് സ്കെയിലിലേക്ക് പോകുമ്പോൾ സ്റ്റോറിന്റെ ക്വാളിറ്റി എല്ലാം പോകും മലയാളം ഫിലിം യൂഷ്വലി. അതിനെന്താ പറയുക, എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് താങ്ങാവുന്ന ഒരു തരത്തിലേക്ക് ഇവിടെ ഒരു പടവും വന്നിട്ടില്ല എന്നതാണ്. നമ്മളിപ്പോ ഇതിന്റെ ബഡ്ജറ്റിനെ അത്ര നമുക്ക് എത്ര ഇട്ടിട്ടുണ്ടല്ലോ, കുറെ ബാറോസും എത്ര ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ എമ്പുരാന്റെ ബഡ്ജറ്റ് തന്നെ വെച്ചിട്ട് നമുക്കൊരു മിനി എന്തെങ്കിലും ചെയ്യാം. അതായത് ഫുൾ മഹാഭാരതം എടുക്കണ്ടെന്നല്ലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ സെഗ്മെന്റ്സ് ഓഫ് ദാറ്റ് വേഴ്സ്, അതിലെ KGF ഇല്ലേ, ആ സ്റ്റാൻഡേർഡില് ഇതുവരെ മലയാളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. മാർക്കോ ഉണ്ടെന്ന് പറയാം, ബട്ട് സ്റ്റിൽ ആ KGF അത്ര ഇതില് അങ്ങനെ മലയാളത്തിലാണെങ്കിൽ ഏതെങ്കിലും അങ്ങനെ സിനിമ തോന്നിക്കുന്നു ദിനൂപേ? ഏതെങ്കിലും ഭയങ്കര മരക്കാർ ഒരു ഓപ്ഷൻ ആയിരുന്നു, പക്ഷെ മരക്കാർ കൊണ്ടു കളഞ്ഞു. അത് ഞാൻ ഇതിന്റെ KGF ബാഹുബലി അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനങ്ങള് മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല. മേക്കിങ്ങിന് കോൺഫിഡൻസ് ഉള്ള ഒരു ഡയറക്ടർ ഇവിടെ ഇല്ല. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ട് ഞെക്കിയത് പ്രിയദർശൻ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് പ്രിയദർശൻ മാത്രമേ മലയാളം ഉണ്ടാവും. ബാക്കിയുള്ള ടെക്നീഷ്യൻസ് മൊത്തം ഹോളിവുഡ് അവിടെ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല, ഇവിടുത്തെ ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ ARM ഇല്ലേ, ARM കുറച്ചെങ്കിലും എനിക്കൊരു മേക്കിംഗ് ഒരു സ്റ്റാൻഡേർഡ് തോന്നി. വിചാരിച്ചാൽ ചിലപ്പം കൊണ്ടുപോയി അതിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട്. ആ ആള് തന്നെ, ആ ഡയറക്ടർ തന്നെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി അവരിപ്പോ ശങ്കർ എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു ഇതില്ലേ, ബ്രാൻഡ് ഉണ്ടാക്കിയില്ലേ, ഹ്യൂജ് ഫിലിംസ് ചെയ്യുന്ന ആ ടൈപ്പ് ഒരു ബ്രാൻഡ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാലും ചെയ്യാൻ പറ്റുന്നതല്ലേ. ഈ മനുഷ്യന്മാരെന്നല്ലേ ഈ KGF ഒക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ റോബോട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലോ, കോൺഫിഡൻസ് വേണ്ട ചെയ്യാൻ വേണ്ട. ശരിയാണ്. സത്യം പറഞ്ഞാല് വേറെ ഇൻഡസ്ട്രീനോട് കിടപിടിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് നമ്മൾ വളരെ പണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? പഴശ്ശിരാജ. അത് ആ കാലത്തെ ടെക്നോളജി ഇതും വെച്ച് നോക്കുമ്പോ കിടിലൻ സാധനം. സ്കൂളിൽ നിന്ന് വരെ നമ്മളെ കൊണ്ടുപോയി കാണിക്കാൻ. പഴശ്ശിരാജ, ഉറുമി ഭയങ്കര എക്സാമ്പിൾ. ഓ, അതിനാ ഹരിഹരൻ സാറിന്റെ ഒരു ഇതും, പിന്നെ ഉറുമിയുടെ ഡയറക്ടർ ആരായിരുന്നു? സന്തോഷ് ശിവൻ. ആ അതെ, അവര് അത് പിന്നെ യോധയില് പണ്ട് തെളിയിച്ചാണല്ലോ, നമ്മൾ കാണാത്ത തരത്തിലുള്ള. ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടുണ്ടല്ലോ. ക്യാമറ ചെയ്ത സന്തോഷ് ശിവനാണല്ലോ യോധയിലെ. അവര് ഒരുമിച്ചായിരുന്നു ആ സമയത്ത്. അപ്പോ അനന്തഭദ്ര. അതെ, സന്തോഷ് ശിവനൊക്കെ എന്താ സൈഡായി പോയെന്ന്. അതൊക്കെ ഇപ്പൊക്കെ ഇങ്ങനെ ലൈവായിട്ട് നിക്കണം കഴിവുള്ള ആൾക്കാർ. ഇത് അല്പസൂത്രനെ പോലെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. അപ്പോഴും നല്ല സാധനങ്ങൾ വരും. ഇങ്ങനെ ഒരു സാധനം പോയി വിചാരിച്ചിട്ട് ബാക്കൗട്ട് ചെയ്യാണ്ട് സാധനം ചെയ്തോണ്ടിരിക്കണം. അറിയാണ്. അപ്പൊ രാമായണം പോലത്തെ ഇനിയും അടിപൊളി സാധനങ്ങൾ വരട്ടെ. ഇനിയും ഇതിന്റെ കോണ്ടന്റുകൾ വരാനായി നമ്മൾ കാത്തിരിക്കുന്നു. കാരണം കണ്ട് കൊതി തീർന്നില്ല. യഷിനെയും പിന്നെ ഹാൻസ് സിമ്മറിന്റെ എയർമാന്റെയും മ്യൂസിക്കും പിന്നെ ഈ വിഷ്വൽ എഫക്ട്സിന്റെ ക്വാളിറ്റി ഇത് ഇതേപോലെ സിനിമക്കകത്ത് വരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.